ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ലളിതാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. എൻ്റെ വീട്ടിലുണ്ടായ ഡ്രാഗൺ ഫ്രൂട്ടിനെ കുറിച്ചൊരു വീഡിയോ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അധികം കെയറൊന്നുമില്ലാതെ കുറഞ്ഞ സമയം കൊണ്ട് ഫലം തരുന്ന ഒരു ചെടിയാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ളതും ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതുമുള്ള ഒരു ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ലോ കലോറി ഫ്രൂട്ട് ആയതുകൊണ്ട് ഡയറ്റ് നോക്കുന്നവർക്കും വെയിറ്റ് കുറയ്ക്കുന്നവർക്കും കഴിക്കാൻ പറ്റിയൊരു ഫ്രൂട്ടാണ്. ധാരാളം ആൻറ്റി ഓക്സിഡൻസും ഫൈബറും പൊട്ടാസ്യവും ഒക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഇത് BP കുറയ്ക്കാനും അതുപോലെ ബ്ലഡ് ഷുഗർ ലെവൽ റെഗുലേറ്റ് ചെയ്യാനും ഒക്കെ ഈ ഫ്രൂട്ട് സഹായിക്കും. ഈ ഫ്രൂട്ടിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സ്ഥലപരിമിതിയുള്ളവർക്ക് വളർത്താൻ പറ്റിയ ഒരു ഫ്രൂട്ട് ട്രീയാണിത്. ടെറസിൻ്റെ മുകളിലും മതിലിൻ്റെ ഇറമ്പിലും ഒക്കെ നമുക്ക് ഈ ഡ്രാഗൺ ഫ്രൂട്ട് വളർത്തിയെടുക്കാൻ പറ്റും. 10 ഇഞ്ച് സൈസുള്ളൊരു ചട്ടി മതി ഇത് വളർത്തിയെടുക്കാനായിട്ട്. അധികം വളവും വെള്ളവും ഒന്നും ഈ ചെടിക്ക് ആവശ്യമില്ല. 10 ഇഞ്ച് വലിപ്പമുള്ളൊരു ചട്ടിയിൽ പോട്ടിംഗ് മിശ്രിതം നിറച്ചതിന് ശേഷം 2 അടി നീളം അല്ലെങ്കിൽ 1 അടി നീളം ആയാലും കുഴപ്പമില്ല, 2 അടി നീളമുള്ള ഒരു കമ്പ് നട്ടാൽ നമുക്ക് 2 വർഷത്തിന് ശേഷം അതിൽ നിന്നും കായ്ഫലം കിട്ടും. ഞാൻ ചെടി നട്ട് 2 വർഷത്തിന് ശേഷം അതിൽ പൂ വിടർന്നു. ചിലർ പറയുന്നത് കമ്പിൻ്റെ അടിവശത്ത് നമ്മളൊന്ന് സൈഡ് രണ്ടും ചെത്തിക്കൊടുക്കണമെന്ന്. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല. ഞാൻ വെറുതെ കമ്പ് നട്ടതേ ഉള്ളൂ. അത് വേര് പിടിച്ച് ഫലം തന്നു. കമ്പ് പെട്ടെന്ന് വേര് പിടിച്ച് വളർന്നു വന്നു. അധികം വെള്ളം ഒഴിക്കരുത്. ആദ്യ കാലത്ത് ഒരുപാട് വെള്ളം ഒഴിച്ചാൽ ചിലപ്പോൾ തണ്ട് ചീഞ്ഞു പോകും. കായ പറിച്ചതിന് ശേഷമുള്ള തണ്ട് 1 മുതൽ 1.5 അടി നീളത്തിൽ മുറിച്ച് പാകി വേര് പിടിപ്പിച്ചിട്ട് തൂണ് നാട്ടിയതിൽ 4 തണ്ട് വെച്ച് നടാവുന്നതാണ്. ചാണകപ്പൊടി ഇട്ട് നിറച്ച പോട്ടിംഗ് മിശ്രിതത്തിൽ നടുന്നതാണ് നല്ലത്. നട്ട് 3 മാസം കൂടുമ്പോൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. കോഴിക്കാഷ്ടം വെള്ളത്തിൽ കുതിർത്ത് കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നതും നല്ലതാണ്. ചാരമിട്ട് പുളിപ്പിച്ച കഞ്ഞിവെള്ളം അതും കുറേശ്ശെ ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. കായും പൂവും കൂടുതൽ പിടിക്കാൻ ഇത് സഹായിക്കും. ജൂലൈ മുതൽ നവംബർ വരെയാണ് കായ് പിടിക്കുന്നത്. കായ് പിടിച്ച് 2 മാസത്തിന് ശേഷം ഇതേപോലെ നല്ല റെഡ് കളറാവും. വിളവെടുക്കാൻ പറ്റിയ പാകമായ കായ്കളാണ് ഈ കാണുന്നത്. ഒരുപാട് മഴയുള്ള സമയത്ത് ചില പൂവുകളൊക്കെ ചീഞ്ഞു പോകാറുണ്ട്. പുറവും അകവും ചുവന്നതും പുറം ചുവപ്പും അകം വെളുത്തതും മഞ്ഞ കളറിലുള്ളതും ഇങ്ങനെ പല കളറിലുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പോൾ കിട്ടാനുണ്ട്. കളർ വ്യത്യാസമുണ്ടെങ്കിലും എല്ലാം ടേസ്റ്റ് ഒരുപോലെയൊക്കെയാണ്. വലിയ കായ 650 ഗ്രാം ഒക്കെ കാണും, ചെറുത് 350 ഗ്രാം ഒക്കെ കാണുകയുള്ളൂ. ഒരു ചെടിയിൽ നിന്ന് 25-30 കിലോ വരെ കിട്ടും. വെള്ളം വളരെ കുറച്ച് മതി. വലിയ വേനലാണെങ്കിൽ വല്ലപ്പോഴും വെള്ളം കൊടുക്കണം. ധാരാളം മുള്ളുകൾ ഉള്ളതുകൊണ്ട് മൃഗങ്ങളും പക്ഷികളുടെയും വവ്വാലിൻ്റെയും ഒന്നും ശല്യമില്ല. കീടങ്ങളുടെ ശല്യമൊന്നും ഇല്ലാത്തതിനാൽ നമുക്ക് വിഷം അടിക്കാതെ നല്ല ഫ്രൂട്ട് വീട്ടിൽ തന്നെ കഴിക്കാൻ പറ്റും. ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സും ന്യൂട്രിറ്റീവ് വാല്യൂയും കീടങ്ങളുടെയും പക്ഷികളുടെയും ഒന്നും ശല്യവുമില്ലാത്ത തീരെ കെയർ വേണ്ടാത്ത ഈ ചെടി എല്ലാവരും ഒരു 10 ഇഞ്ച് ചട്ടിയിൽ പോട്ടിംഗ് മിശ്രിതം നിറച്ച് നടുവിൽ ഒരു പൈപ്പ് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുക. നമ്മൾ നട്ടുപിടിപ്പിച്ച ചെടിയിൽ നിന്നും വിഷമയമില്ലാത്ത കായ പറിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. എൻ്റെ സന്തോഷം എൻ്റെ വ്യൂവേഴ്സിനും കൂടി പകരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്തത്. ഈ വീഡിയോ എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ. സ്ഥലപരിമിതിയുള്ളവർക്ക് നട്ടുപിടിപ്പിക്കാവുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റാണിത്. ഈ വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇതേപോലെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.